ഏവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ. ചീര കൃഷി നമ്മുടെ വീട്ടുമുറ്റത്ത് എങ്ങനെ വിളയിച്ചെടുക്കാമെന്ന കൃഷി രീതിയാണ് ഞാൻ അവിടെ വീഡിയോയിൽ കാണിക്കുന്നത്. തുടക്കം മുതൽ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കും. അതിനായി സൂര്യപ്രകാശം നല്ല രീതിയിൽ നേരിട്ട് ഏൽക്കുന്ന സ്ഥലം വേണം തിരഞ്ഞെടുക്കാൻ. കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ നല്ലതുപോലെ കിളച്ച് എല്ലും കട്ടകളൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ മായപ്പൊടി വിതറി കൊടുക്കുക. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കൃഷി ചെയ്ത് തുടങ്ങാം. ഇനി വേണ്ടത് നമ്മൾ അതിന് മുകളിൽ ചാണകപ്പൊടി വിതറി കൊടുക്കുക. അതുപോലെ ഇപ്പൊ 6x8 സ്ക്വയർ ഫീറ്റിലാണ് ഞാനിത് ചെയ്യുന്നത്. അതിനുവേണ്ടി ആ കാണുന്ന ബക്കറ്റിൽ 3 ബക്കറ്റ് ചാണകപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചാണകപ്പൊടി വിതറിയതിനു ശേഷം നമ്മൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് കിളച്ചു കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ചാണകപ്പൊടി മണ്ണിൽ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ഇത് വേപ്പും പിണ്ണാക്ക് കേട്ടോ. വേപ്പും പിണ്ണാക്ക് തടത്തിൽ നല്ലപോലെ വിതറി കൊടുക്കുക കേട്ടോ. അതിനുശേഷം വേപ്പും പിണ്ണാക്ക് ഇതുപോലെ നല്ലപോലെ മണ്ണിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നോക്കൂ, ഇത് കുറച്ച് റവപ്പൊടിയാണ് കേട്ടോ. ഇത് നോക്കൂ, ഇത് ചീരയുടെ വിത്താണ് കേട്ടോ. ഒരു ചെറിയൊരു പാക്കറ്റാണ്. വിത്ത് മേടിക്കുമ്പോൾ കൃഷിഭവനിൽ നിന്നോ അതുപോലെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കുക. അതിനുശേഷം വിത്ത് റവപ്പൊടിയുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. കൂടാതെ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. റവപ്പൊടിയിൽ വിത്ത് മിക്സ് ചെയ്യാൻ കാരണം 2 കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം, നമ്മൾ വിത്ത് വിതറുമ്പോൾ സ്പ്രെഡായിട്ട് എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തും. കൂടാതെ ഉറുമ്പ് വിത്ത് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ. റവ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റവയാണ് ആദ്യം എടുത്തു കൊണ്ടുപോകുക ഉറുമ്പ്. അതിനുശേഷം മഞ്ഞപ്പൊടി എടുത്തിട്ട് തടത്തിൽ ഇതുപോലെ വിതറി കൊടുക്കുക. വിത്ത് ഉറുമ്പ് കൊണ്ടുപോകാതിരിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് മഞ്ഞപ്പൊടി വിതറുന്നത്. അതിനുശേഷം നല്ലതുപോലെ തടം ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ. നാല് ദിവസം കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ നോക്ക്, അതൊക്കെ വിത്തൊക്കെ നല്ലപോലെ മുളച്ചു വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗങ്ങളിലും നല്ലതുപോലെ മുളച്ചു വന്നിട്ടുണ്ട്. മുള വന്നതിന് ശേഷം എങ്ങനെ പരിചരിക്കണം എന്നുള്ള വീഡിയോ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്